എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ സാക്കുറയും ടീമും ഹിനട്ടയുടെ അടുത്ത് വരികയാണ്. അവളുടെ കിടപ്പ് കാണുമ്പോ തന്നെ ഇപ്പൊ സാക്കുറയ്ക്ക് മനസ്സിലാവും അവളുടെ അവസ്ഥ അത് വളരെ മോശമാണെന്ന്. എങ്കിലും ഇവളെന്തിനായിരിക്കും ഇത്രയും റിസ്ക് എടുത്ത് കുട്ടപ്പനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചത്? ഒരു പക്ഷേ ഇവൾക്ക് കുട്ടപ്പന ഇഷ്ടായിരിക്കോ എന്നൊക്കെ ചിന്തിച്ച് സാക്കുറ അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ കക്ഷുകി അവിടേക്ക് വന്ന് പറയും, കുട്ടപ്പൻ അവൻ തന്നെ അവന്റെ നയൻ ടൈൽ പവറിനെ കൺട്രോൾ ചെയ്തു. അത് കേട്ട് സാക്കുറ ഷോക്കായി. കുട്ടപ്പൻ ഒറ്റയ്ക്ക് അവന്റെ നയൻ ടൈലിനെ കൺട്രോൾ ചെയ്തെന്നോ? സത്യാണോ പറയണേ? അതിന് കക്ഷുകി അതെ, മാത്രമല്ല അവസാനമായിട്ടുണ്ടായിരുന്ന ആ ഒരു യായിക്കോ പെയിൻ അവനെയും കുട്ടപ്പൻ അടിച്ചു തകർത്തു. ഇപ്പൊ റിയൽ വില്ലൻ അവൻ എവിടെയുണ്ടെന്ന് കുട്ടപ്പൻ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. അവനിപ്പോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മൈറ്റ് കൈ പറയും, അങ്ങനെയാണെങ്കിൽ കുട്ടപ്പന് ബാക്കപ്പ് ആയിട്ട് തീർച്ചയായിട്ടും നമ്മളും പോണം. ഇതിന് കക്ഷുകി പറയും, അയ്യോ വേണ്ട വേണ്ട, കുട്ടപ്പൻ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്, ഉറപ്പായിട്ടും അവനത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ ലാസ്റ്റ് പെയിനെയും ഇപ്പൊ അടിച്ചു തെറിപ്പിക്കും. ആ പവറില് ഇപ്പൊ കുട്ടപ്പനും മുൻപോട്ട് തെറിച്ച് വീഴുന്നുണ്ട്. കട്ട് ചെയ്ത നാകട്ടോ അവന് പോരനക്കം ഉണ്ടാവില്ല. അത് കണ്ട് കോണം ചോദിക്കും, എന്തു പറ്റി, എന്താ ഒന്നും മിണ്ടാത്തെ? ആ നറൂട്ടോ കുട്ടപ്പൻ അവൻ അവസാനത്തെ പെയിനെയും തല്ലി കൊന്നു. അപ്പൊ അതേസമയം കുട്ടപ്പൻ അവനിപ്പോ ആ റാഡുകള് അതൊന്നൊന്നായിട്ട് പെയിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്കെടുക്കും. എന്നിട്ട് അവസാനമായിട്ട് പെയിൻ പറഞ്ഞ കാര്യം അതാലോചിക്കും. നിന്റെയും എന്റെയും ലക്ഷ്യം അതൊന്നാണ്, ലോകത്ത് സമാധാനം കൊണ്ടുവരിക. പക്ഷെ അതിലേക്കുള്ള വഴി അത് നമ്മുടെ രണ്ടുപേരുടെയും ഡിഫറെന്റ് ആണ്. കുട്ടപ്പനുടനെ ആ റാഡ് എടുത്ത് അവന്റെ കയ്യിൽ തന്നെ കുത്താണ്. കക്ഷുകി ചോദിക്കും, നീ അവിടേക്ക് പോവാൻ തീരുമാനിച്ചോ? നിനക്ക് ബാക്കപ്പ് ആയിട്ട് ആരെങ്കിലും ആവശ്യമുണ്ടോ? അതിന് കുട്ടപ്പൻ പറയും, ഞാൻ പോവാൻ തീരുമാനിച്ചു, എനിക്ക് ബാക്കപ്പിന് ആരെ ആവശ്യമില്ല. ആ കാര്യമാണ് കക്ഷുകി ഇപ്പൊ സാക്കുറയും ടീമിനെയും അറിയിച്ചത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത സാക്കുറയുടെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന്റെ ഫലമായി ഇപ്പൊ ഹിനട്ട അവള് കണ്ണു തുറക്കും. ഹിനട്ട പതിയെ എഴുന്നേറ്റ് ഇപ്പൊ സാക്കുറയോട് താങ്ക്സ് പറയും. താങ്ക് യു, നിങ്ങളെല്ലാവരും തക്ക സമയത്ത് വന്നതുകൊണ്ടാണ് എനിക്കെന്റെ ജീവൻ അതിപ്പോ തിരികെ കിട്ടിയത്. അപ്പൊ കക്ഷുകി പറയും, കുട്ടപ്പൻ അവൻ അവസാനത്തെ യായിക്കോ പെയിനെയും ഇപ്പൊ കൊന്നു കളഞ്ഞു. അത് കേട്ട് ടെൻഷനായി ഇപ്പൊ ഹിനട്ട ചോദിക്കും, കുട്ടപ്പൻ അവൻ സേഫ് അല്ലേ? കുട്ടപ്പന് കുഴപ്പമൊന്നുമില്ല, അവൻ ആ മെയിൻ വില്ലൻ അവനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കക്ഷുകി പറയും. അപ്പൊ നെജി പറയും, നറൂട്ടോ അങ്ങനെയൊക്കെ പറയും, പക്ഷെ എത്രയും പെട്ടെന്ന് നമുക്ക് നറൂട്ടോയുടെ അടുത്ത് എത്തണം. അതിന് കക്ഷുകി, അയ്യോ ഇല്ല ഇല്ല, ഇത് നറൂട്ടോ അവൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും, അവനെ കൊണ്ട് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയൂ. നമ്മളിവിടെ പോയാ അത് വലിയ ആപത്താണെന്ന് പറയുമ്പോ അതിന് നെജി പറയും, അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ നോക്കിക്കോളാം, നീ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവന്റെ അടുത്ത് എത്തിക്കേ. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ കണ്ടുപിടിച്ച ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ഉഷാറായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവന്റെ പിന്നാലെ ഇപ്പൊ ആരൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അതാരാണെന്ന് നോക്കിയാ ഈനോച്ചി, ഷിക്കാഗോ, അങ്ങനെ ഒന്ന് രണ്ടു പേര് ചേർന്ന ഒരു ടീം. അവരിപ്പോ കുട്ടപ്പനെ വിളിച്ചു നിർത്തി ആ പേനുകളുടെ കാര്യം ചോദിക്കും. ആ പേനുകളെല്ലാം നീ കൊന്നു കളഞ്ഞോ? അത് കേട്ട് കുട്ടപ്പൻ ഇപ്പൊ ഒരുപാട് വിഷമത്തില് തല താഴ്ത്തി പറയും, അതെ, ഞാൻ എല്ലാ പെയിനുകളെയും കൊന്നു കളഞ്ഞു. ഇപ്പൊ ഞാൻ ആ റിയൽ പെയിൻ അവനെ തേടി അവന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതിന് ഈനോച്ചി ചോദിക്കും, സത്യമാണോ, നീ റിയൽ പെയിനെ അവനെ കണ്ടുപിടിച്ചോ? അതിന് കുട്ടപ്പൻ, അതെ, ഞാൻ ആ റാഡ് ഉപയോഗിച്ച് അവനെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. പക്ഷെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യരുത്, എനിക്ക് ഒറ്റയ്ക്ക് വേണം അവനെ മീറ്റ് ചെയ്യാൻ. അതിന് ഈനോച്ചി, നീ എന്താ പറയണേ? അവന്റെ അടുത്ത് ഒറ്റയ്ക്ക് പോയി സംസാരിക്കാനോ? അത് വലിയ അപകടമാണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും നിന്റെ കൂടെ തന്നെ ഞങ്ങളും വരും. അതിന് കുട്ടപ്പൻ ചോദിക്കും, നിങ്ങൾ വന്നിട്ട് അവനോട് റിവെഞ്ച് എടുക്കും, അവനെ കൊല്ലാനല്ലേ നിങ്ങൾ ഈ ആവേശം കാണിക്കുന്നത്? പക്ഷെ അതിനു മുൻപ് ചില കാര്യങ്ങള് എനിക്ക് അവനോട് ചോദിച്ചറിയാനുണ്ട്, അതിനുശേഷം ആ റിവെഞ്ച് അത് ഞാൻ ചെയ്യും. അത് കേട്ട് ഈനോച്ചി അവൻ വീണ്ടും പറയും, ഞങ്ങളുടെ കൂടെ അവകാശമാണ് അവനോട് റിവെഞ്ച് എടുക്കുക എന്നത്. അത് കേട്ട് ഷിക്കാഗോ അവനിപ്പോ ഈനോച്ചിയെ തടയും. കുട്ടപ്പനെ തനിയെ വിട്, അവൻ ഒരു കാര്യമില്ലാതെ അങ്ങനെ ഒരിക്കലും പറയില്ല. അവൻ ഒറ്റയ്ക്കാണ് ആ 6 പെയിനുകളെയും കൊന്നു തള്ളിയത്. അതുകൊണ്ട് തന്നെ ഇതും അവൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നു പറയുമ്പോ കുട്ടപ്പൻ അവൻ ഷിക്കാഗോന് താങ്ക്സ് പറഞ്ഞ് വീണ്ടും ഇപ്പൊ ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. അതിന് ഈനോച്ചിക്ക് ദേഷ്യം വന്ന്, നീ എന്താ പറയണേ, അവനെ ഒറ്റയ്ക്ക് വിടാവുന്നോ? നമുക്കും അവന്റെ കൂടെ പോയി അവനോട് പ്രതികാരം ചോദിക്കണം, അതിനല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്? അതിന് ഷിക്കാഗോ പറയും, ഞാനിത് ചെയ്തത് എന്റെ മകൻ ഷിക്കമരുവിന് വേണ്ടിയാണ്. ഷിക്കാഗോ ആളിപ്പോ പതിയെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ ഷിക്കമരു പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് കുട്ടപ്പനെ മീറ്റ് ചെയ്യണം, അവന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, നമുക്കില്ലാത്ത ഒരുപാട് പ്രത്യേകത
അവനുണ്ട്. ചെറുപ്പം മുതലേ കുട്ടപ്പൻ ഒരുപാട് പ്രയാസം അനുഭവിച്ചാണ് ഇവിടം വരെ എത്തിയത്. അവന്റെ അത്രയും കഴിവും പവറും നല്ല മനസ്സും ബുദ്ധിയുള്ള ആരും ഈ ഗ്രാമത്തിലില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും അവനെ ഞാൻ ഫോളോ ചെയ്യും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഷിക്കാഗോ പറയും, എന്റെ മകൻ ആരെക്കുറിച്ചും ഇതുവരെ ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കുട്ടപ്പനെ കുറിച്ച് മാത്രമാണ് അവൻ ഇതൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് കുട്ടപ്പനെ ഞാൻ ഇപ്പൊ തനിയെ അയച്ചത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ കുട്ടപ്പൻ അവൻ ആ റാഡ് ഫോളോ ചെയ്ത് റിയൽ പെയിൻ അഥവാ നാഗട്ടോയുടെ അടുത്തേക്ക് ഇപ്പൊ എത്തിക്കഴിഞ്ഞു. കുട്ടപ്പൻ അവന്റെ തൊട്ടു മുൻപിലായിട്ട് ഇപ്പൊ വലിയൊരു മരം കാണും. അവൻ എന്തോ ഒരു സംശയം തോന്നി ആ മരം അത് വലിച്ചു ചീന്തും. അപ്പോഴായിരിക്കും കുട്ടപ്പന് മനസ്സിലാവുക അത് മരമല്ല, പേപ്പർ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത വെറും ഒരു മരത്തിന്റെ ക്ലൗൺ ആണ്. ആക്ച്വലി കോണോ പെണ്ണാണ് ഈ ഒരു മരം ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അതേ സമയത്ത് നാഗട്ടോയ്ക്ക് മനസ്സിലാവും കുട്ടപ്പൻ അവരുടെ തൊട്ടടുത്തെത്തിയെന്ന്. നാഗട്ടോ കോണോനോട് പറയും, തൽക്കാലം നീ മാറി നിൽക്ക്, അവനുമായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം. നാഗട്ടോ അവൻ കുട്ടപ്പനോട് ചോദിക്കും, നീയല്ലേ ആ നയൻടയില്? നീ എന്നോട് ഡയറക്റ്റ് ആയിട്ട് റിവെഞ്ച് എടുക്കാനല്ലേ ഇവിടേക്ക് വന്നത്? നിനക്കെന്നോട് റിവെഞ്ച് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. കുട്ടപ്പനാണെങ്കില് അവന്റെ കോലവും സംസാരവും ഒക്കെ കണ്ട് ഷോക്കാവുകയാണ്. അവനിപ്പോ അവസാനമായിട്ട് യായിക്കോ പറഞ്ഞ കാര്യം ആലോചിക്കും. എല്ലാവർക്കും പരസ്പരം ദേഷ്യാണ്, വൈരാഗ്യാണ്. അവര് പരസ്പരം പകരം വീട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും സമാധാനം അത് അത്ര എളുപ്പത്തില് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. കുട്ടപ്പൻ വീണ്ടും ഇപ്പൊ മാസ്റ്ററിനെ കുറിച്ചും ജിറയ മാമനെയും കാക്കാഷിയെയും എല്ലാവരെയും മനസ്സിലാലോചിക്കും. അതിന് കോണം പറയും, പക, വെറുപ്പ് അതൊന്നും അത്ര എളുപ്പത്തില് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അക്കാസ്കി ടീം പോലും ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ കുട്ടപ്പൻ അവന്റെ പപ്പ പറഞ്ഞ കാര്യം ആലോചിക്കും. പകയും വിദ്വേഷവും കാരണമാണ് ഒരു മനുഷ്യൻ മോൺസ്റ്ററായി തീരുന്നത്. പിന്നീട് ആ ഒരു മോൺസ്റ്റർ ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കും. അതിങ്ങനെ സൈക്കിള് പോലെ വീണ്ടും വീണ്ടും അടുത്ത ആൾക്കാരിലേക്ക് കൈമാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നാഗട്ടോ അവൻ കുട്ടപ്പനോട് ചോദിക്കും, ജിറയെ ചോദിച്ച ചോദ്യത്തിന് അതിനുള്ള ആൻസർ നിനക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ആ ആൻസർ അതെന്റെ കയ്യിലും ഇല്ലാന്ന് പറഞ്ഞ് അവന്റെ അടുത്തുണ്ടായിരുന്ന ഒരു വെപ്പനിൽ നിന്ന് ബുള്ളറ്റ് പോലുള്ള എന്തോ ഒരു സാധനം ഇപ്പൊ കുട്ടപ്പന്റെ വയറ്റിലേക്ക് അവൻ തെറിപ്പിക്കും. അത് ഫോഴ്സിൽ വന്ന് കുട്ടപ്പന്റെ വയറ്റിൽ തറച്ചു കയറും. പക്ഷെ അവന് ഒരു കുലുക്കമില്ലാതെ കുട്ടപ്പൻ അങ്ങനെ ഇപ്പൊ ശ്വാസം അടക്കി നിൽക്കും. നാഗട്ടോ പറയും, നിനക്ക് സമാധാനമാണ് ആവശ്യമെങ്കില് നീ മരിച്ചുപോ. നീ മരിച്ചാൽ ഉറപ്പായിട്ടും സമാധാനം അത് പുനഃസ്ഥാപിക്കപ്പെടും. നാഗട്ടോ പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ വൈറ്റൽ സ്പോട്ടിലല്ല ഞാൻ അടിച്ചത്. നിന്റെ നയൻടൈൽ പവർ അതെനിക്ക് തരുവാണെങ്കിൽ ഉറപ്പായിട്ടും ലോകത്തിൽ സമാധാനം അതെനിക്ക് കൊണ്ടുവരാൻ കഴിയും എന്നവൻ പറയുന്ന അതേ സമയത്ത് കുട്ടപ്പൻ അവന്റെ നയൻടൈൽ പവർ ഉപയോഗിച്ച് ഇപ്പൊ നാഗട്ടോയെ തന്നെ അറ്റാക്ക് ചെയ്യാണ്. അതുകൊണ്ട് പേടിച്ചു വരച്ച് ഇപ്പൊ നാഗട്ടോ അവൻ അങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ കുട്ടപ്പൻ പറയും, എനിക്കെന്റെ റിയൽ ശത്രുവിനെ അവനെ കാണിച്ചതാ. എന്റെ എല്ലാ വേദനയും കടിച്ചമർത്തി എനിക്ക് അവനോട് റിവെഞ്ച് ചെയ്യണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നാറൂട്ടോ അവന്റെ വയറ്റിൽ തറച്ചു കയറിയ ആ ഒരു റാഡ് അത് വലിച്ചൂരും. കുട്ടപ്പൻ സെയ്ഗ് ജിപ്സുവും അവന്റെ നയൻടൈൽ ജിപ്സുവും കമ്പയർ ചെയ്ത് കൈ ചുരുട്ടി പിടിച്ച് അവനെ അട്ടിക്കാനായിട്ട് ഓടി വരും. അപ്പൊ കുട്ടപ്പൻ അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. മാമൻ പറയും, ഈ നിഞ്ച വേൾഡില് എല്ലാവർക്കും പരസ്പരം ദേഷ്യവും വാശിയും വൈരാഗ്യവുമാണ്. ഈ വെറുപ്പും ശത്രുതയും അതടങ്ങണമെങ്കിൽ അതിനുള്ള ഉത്തരം അത് കണ്ടുപിടിക്കണം. നിന്നെ കൊണ്ട് മാത്രമേ ആ ഒരു ഉത്തരം അത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. കട്ട് ചെയ്ത കുട്ടപ്പൻ അവനിപ്പോ ഓട്ടത്തിന്റെ സ്പീഡ് കുറച്ച് വില്ലനോട് പറയും, ഇത്രയും കാലവും മാമൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിനു വേണ്ടിയായിരുന്നു ഞാൻ അലഞ്ഞു നടന്നത്. അത് കേട്ട് വില്ലൻ, നീ ഇപ്പോ എന്നോട് പ്രതികാരം തീർക്കാൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആ നീയാണോ ഷിനോബി വേൾഡില് സമാധാനം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്? അത് കേട്ട് കുട്ടപ്പൻ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. പതിയെ അവന്റെ നയൻടൈലിന്റെ പവറും സെയ്ഗ് ജിപ്സും അതൊക്കെ പോയി അവൻ നോർമലാവും. നാഗട്ടോ പറയും, നീ ഇത്രയും നേരവും വലിയ ദൈവത്തെ പോലെ പ്രസംഗിച്ചല്ലോ, എന്നിട്ട് നീ നിനക്ക് വേണ്ടി തന്നെ എന്നോട് പകരം ചോദിക്കാനായി വന്നു. ഇതാണോ നീയും നിന്റെ മാസ്റ്ററും ആഗ്രഹിച്ച ആ ഒരു സമാധാനം? അതിന് കുട്ടപ്പൻ പറയും, നിങ്ങളും ജിറയമാമന്റെ സ്റ്റുഡന്റ് അല്ലേ? നിങ്ങളെ നേരിട്ട് കണ്ട് ഒരു ഡൗട്ട് തീർക്കാനാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. നിങ്ങൾക്കെന്തോ വലിയൊരു ലക്ഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അതിലേക്ക് നിങ്ങൾ എത്തിച്ച ആ ഒരു സ്റ്റോറി അതെനിക്ക് പറഞ്ഞു തരണം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉത്തരം അത് ഞാൻ തരാം. അതിന് നാഗുട്ടോ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി പറയാൻ തുടങ്ങുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.